അതിന്നലെ UDF പറഞ്ഞല്ലോ. കാരണം അത് കഴിഞ്ഞ ബാർക്കോയ ഇതേപോലെ തന്നെ അസോസിയേഷൻ ഫണ്ട് വിരിച്ച് എന്ന് പറഞ്ഞുണ്ടായത് തന്നെയാണ്. അതിൻ്റെ ഡിക്റ്റാണ് ഇതും. എത്ര വലിയ പ്രക്ഷോഭം ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് UDF ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണം പോരാ, നിഷ്പക്ഷമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ബാർക്കോഴ കാലത്തുണ്ടായിരുന്ന ആരോപണത്തിൻ്റെ ഡിക്റ്റോണ്. അന്ന് ഞങ്ങളല്ല പ്രതിപക്ഷത്ത്, അന്ന് അവരാണ് പ്രതിപക്ഷത്ത്. അതുകൊണ്ട് UDF എടുത്ത തീരുമാനം പിന്നെ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരും. ഇതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഈ ചാനലിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരൽ അത്യാവശ്യമാണ്. അവനെൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണ്ട, ആരാൻ്റെ കാര്യം വരുമ്പോൾ അന്വേഷണം വേണമെന്ന് പറയാൻ പറ്റുമോ? ഏതിലാണുള്ളത് ഇല്ലാത്ത അന്വേഷിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്നുള്ളത്. അന്നത്തെ ഇല്ല എന്ന് തെളിഞ്ഞെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴല്ലേ ഇതിലൊന്നുമില്ല എന്ന് തെളിയുള്ളൂ. അന്വേഷിക്കാതിരുന്നാൽ തെളിയോ? അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് UDF ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്പം എന്തോ ഒരു തീയുണ്ട്, അതുകൊണ്ടാണ് ഒരു പുക. അതെന്താന്നുള്ളത് അന്വേഷിച്ചാൽ മനസ്സിലാവും. നോക്കാം, നമുക്ക് അന്വേഷണം നടക്കട്ടെ. അല്ല, ഇതിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആവശ്യമായത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പോണ്ട. വളരെ ശക്തമായ പിന്നെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, UDF പറഞ്ഞിരിക്കുന്നത്. അതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണം വരുമ്പോൾ ടൂറിസം വകുപ്പിൻ്റെ പങ്കെന്താണ്, എക്സൈസിൻ്റെ പങ്കെന്താണ് ഒക്കെ തെളിയല്ലോ. ഇതിലൊന്നുമില്ലാതെ പറയുന്നവർക്ക് അവരുടെ ഭാഗം പറയാലോ. അല്ലാതെ പോലീസ് അന്വേഷണം കൊണ്ട് കാര്യമില്ല. പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് വളരെ ശക്തമായ നിലയിലാണ് UDF ഈ കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് കൂടുതൽ പറയാം. ഓക്കെ, സമരം അത് നോക്കാം. എന്താ ഗവൺമെൻറ് ചെയ്യുന്നു നോക്കിയിട്ട്